தாண்டி செல்ல கொஞ்ச காலம் கொஞ்ச தூரம் கொஞ்ச நேரம் கூட என்னாலாகுமோ உன்னை உன்னை தேடித்தானே இந்த ஏக்கம் இந்த பாதை இந்த பயணம் இந்த வாழ்க்கை ஆனதோ. അളിയ ഇത് നിന്റെ ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നല്ലേ? ഞങ്ങള് ഈ വഴി ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകാൻ വല്ല വഴിയുണ്ടോ എന്ന് നോക്കുമായിരുന്നു. വഴി വല്ലതും ഉണ്ടോ എന്ന് നോക്കുമായിരുന്നോ? ഡാ, അപ്പൊ നിനക്ക് ശരിക്കും വഴി അറിയാഞ്ഞിട്ടാണോ? എന്റേടാ, ഞാൻ ചുമ്മാ പറഞ്ഞതാ. നിങ്ങക്ക് അറിയത്തില്ലല്ലോ? എടാ, ഇത് ആരു ആരു ഇതെന്റെ ഫ്രണ്ട്സാണ്, സിയാൻ, പ്രവീൺ. ആരു, നീ ഇവിടെ ഉണ്ടായിരുന്നോ? ദിയ നിന്നെ അന്വേഷിച്ച് നടക്കുന്നുണ്ടായിരുന്നല്ലോ. ദിയയോ? ആ, ഞാൻ അങ്ങോട്ട് പോവായിരുന്നു. നീ ഇപ്പൊ അങ്ങോട്ട് പോയി ശരിയാവത്തില്ല. നിന്നെ ആ ശല്യം ചെയ്യുന്നവനല്ലേ, അവനും ഉണ്ട് അവളുടെ കൂടെ. അവർ രണ്ടും കൂടെ എന്തിനാ തപ്പുന്നേ? അതാരാ? ജസ്റ്റിൻ വല്ലതും ആണോ? ആടാ, ആണെന്ന് തോന്നുന്നു. അപ്പൊ കാർത്തികേട്ടൻ, ഞാൻ വേറെ എങ്ങോട്ട് പോവാനാ? ആരു, നീ പേടിക്കണ്ട, ക്ലാസ്സിലേക്ക് ചെല്ല്. ഞാൻ ദിയന്റെ അടുത്ത് അങ്ങോട്ട് വരാൻ പറയാം. ഓക്കെ? സോറിടാ, അത് നമ്മുടെ സീനിയറാ. അല്ല, നിങ്ങള് ക്ലാസ്സിൽ കയറുന്നില്ലേ? ക്ലാസ്സിൽ പോവാൻ തന്നെയാടാ ഈ വഴിക്ക് വന്നത്. എന്നാ നീ പോവല്ലേ? എന്നാ ഞങ്ങളും പോവാ. ആരു, എന്നോട് കാർത്തികേട്ടനാ പറഞ്ഞ നീ ക്ലാസ്സിലുണ്ടെന്ന്. എത്ര അന്വേഷിച്ചടാ, നീ എവിടെയായിരുന്നു? ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നടി. അത് പിന്നെ ആ ജസ്റ്റിൻ വന്നപ്പോ ഞാനൊന്ന് മാറിയതാ, അവനെ കണ്ണി പെടാതിരിക്കാൻ. ഞാനും ജസ്റ്റിനും കൂടെയാ നിന്നെ അന്വേഷിച്ച് നടന്നത്. അതുകൊണ്ടാണോ നീ എന്റെ കൺമുന്നിൽ പോലും വരാതിരുന്നേ? നിന്റെ അടുത്തോട്ട് വരാൻ നിന്ന് എന്നോട് നീയും ജസ്റ്റിനും കൂടെ എന്നെ അന്വേഷിക്കുന്നതെന്ന് പറഞ്ഞിട്ട് കാർത്തികേട്ടനാണ് ക്ലാസ്സിൽ പറഞ്ഞു വിട്ടത്, അറിയോ? ഓഹോ, അങ്ങനെയായിരുന്നു അപ്പോ. എടാ നീ എന്തിനാ ജസ്റ്റിനെ കാണുമ്പോ മുന്നേ നടക്കുന്നേ? അവൻ നിന്നെ വല്ലതും ചെയ്തിട്ടാണോ? അതുകൊണ്ടൊന്നുമല്ല, എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല, അത്ര തന്നെ. ഓ, എന്നാ വിട്. അല്ല, നിനക്കിതെന്തു പറ്റി? എന്തോ ഒരു വല്ലായ്മ. എന്താടാ? ഒന്നുമില്ലടി, ഇന്നിനിപ്പോ ഇവിടെ ഇരുന്ന് എനിക്ക് വല്ലതൊക്കെ തലയിൽ കയറും തോന്നുന്നില്ല. ഞാൻ പോയാലോ? പോവാണോ? ആ, എന്നാ വാടാ, ഞാനും കൂടെ ഇറങ്ങാം. ഏയ്, അത് വേണ്ടതിയാ, നീ ഇവിടെ ഇരുന്നോ. എന്ത് വേണ്ടെന്ന്? ഒന്ന് പോടാ, നീ ഇല്ലാതെ ഞാൻ കുറെ ഇവിടെ ഇരിക്കും. നീ വരുന്നുണ്ടാരും? ആ, അപ്പൊ ഞാൻ ഇത് പറയാൻ വേണ്ടി നീ വെയിറ്റ് ചെയ്തിരിക്കുവാണോ ഇവിടെ നിന്ന് ഇറങ്ങി പോവാൻ? നൈസായിട്ട് മടുത്തടാ. നീയും കൂടി ഇല്ലാതെ ഞാൻ എങ്ങനെ ഇരിക്കാനാ? വാരോ, നമുക്ക് പോവാം. ആ, എന്റെ പൊന്നോ, ഇങ്ങനെ ഒരു കുരുട്ട്. നടക്ക്, ഞാനും ഉണ്ട് വേക്കില്. എന്നാലും അവൻ എങ്ങനെയാ ഈ കോളേജില്? ഇനി ഞാനിവിടെ പഠിക്കുന്നതെന്ന് വിചാരിച്ചെങ്ങാനും വന്നതായിരിക്കുമോ? പക്ഷെ അവനല്ലേ എല്ലാം നിർത്തിയിട്ട് പോയത്. അങ്ങനെയാകുമ്പോ അവൻ ഒരിക്കലും എന്നെ തെരഞ്ഞു കണ്ടുപിടിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ. ഇനി ഞാനിവിടെ പഠിക്കുന്നതെന്ന് അറിയാണ്ട് അബദ്ധത്തിൽ വല്ലതൊക്കെ വന്ന് കയറിയതായിരിക്കുമോ? പക്ഷെ അവനെന്താ എന്നിട്ട്? എന്നാലും സിയാൻ, ഒന്നും അങ്ങോട്ടും മനസ്സിലാവുന്നില്ലല്ലോ. നീ എന്താ ഇത്ര ലേറ്റ് ആയിട്ട് വന്നേ? ബെല്ലടിച്ചല്ലോ. ഒന്നുമില്ലടാ, എഴുന്നേക്കാൻ ലേറ്റ് ആയി പോയി. എഴുന്നേക്കാൻ ലേറ്റ് ആയി പോയിരുന്നോ? ആടാ, ഇന്നലെ കുറച്ച് ലേറ്റ് ആയിട്ടാണ്, അതുകൊണ്ട് ഇന്ന് എണീക്കാൻ കുറച്ച് വൈകിപ്പോയി. എടാ, ദേ സാറ് വന്നു. ഇതെന്താ ആരു? ഹോംവർക്ക് എന്ന് പറഞ്ഞിട്ട് ഇവര് എന്തൊക്കെയാ തന്നുവിട്ടിരിക്കുന്നേ? നിനക്ക് വല്ലതും മനസ്സിലായോ? നീ ചെയ്തോ, കാണിച്ചാ നോക്കട്ടെ. ഞാൻ ഹോംവർക്ക് ഒന്നും ചെയ്തിട്ടില്ല, ബുക്ക് പോലും എടുത്തിട്ടില്ല. ആ എന്നോടാ. നിങ്ങൾ ക്ലാസ്സിലൊന്നും കേറാറില്ലേ? ഫുൾ ടൈം പുറത്താണല്ലോ. ക്ലാസ്സിൽ കേറണോ വേണ്ടയോ എന്നുള്ള ആലോചനയാണ് ഇപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഹോംവർക്ക് ചെയ്തിട്ടില്ല, പിന്നെ എങ്ങനെ അവിടെ കേറും? നിനക്കൊക്കെ എന്തായിരുന്നു പരിപാടി പിന്നെ ഹോംവർക്ക് ചെയ്യാണ്ട്? രണ്ടും ചെയ്തിട്ടില്ല അപ്പോ? ഇല്ല, ചെയ്യണേൽ അറിയണ്ടേ കാർത്തികേട്ടാ? ഇവന്റെ അടുത്ത് ചോദിക്കാന്ന് വിചാരിച്ചാ ഞാൻ വന്നേ. അപ്പോഴെനിക്ക് ഇവനെ ബുക്ക് പോലും കൊണ്ടുവന്നിട്ടേ. നല്ല ബെസ്റ്റ് സ്റ്റുഡൻസ്. ഫസ്റ്റ് ഇയർ അല്ലേ? നന്നായി. ഇനിയിപ്പോ നീ ഡൗട്ട് എന്താന്ന് എന്നോട് ചോദിക്കും, ഞാൻ പറഞ്ഞുതരാം. എവിടാ അറിയാത്തെ? ഷോ, സീരിയസ് ആയ ഇങ്ങനെ വേണം. ഒരു 2 മിനിറ്റ് ഞാൻ ഇവിടെ ഒന്ന് തപ്പട്ടെ. നിങ്ങൾ എന്തായാലും ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്യും. ഞാൻ ലൈബ്രറി വരെ പോയിട്ട് വരാം. ലൈബ്രറിയോ? ആരും നിനക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത സ്ഥലമല്ലേ അത്? പിന്നെ ഇതിന് അവിടേക്ക് പോകുന്നേ? അതൊന്നുമില്ല, ഇഷ്ടമല്ലാന്ന് പറഞ്ഞ് ഞാൻ ഇതുവരെ അതിന്റെ ഉള്ളിൽ കേറിയിട്ടില്ലല്ലോ. ഇന്നൊന്ന് കണ്ടിട്ട് വരാന്ന് വിചാരിച്ചു. എന്തായാലും ഞാൻ ഇന്ന് ക്ലാസ്സിലേക്കില്ല. ഇവനിതെന്താ പറ്റിയേ?
ഇന്ന് നിന്റെ ആരു ഭയങ്കര സീരിയസ് ആണല്ലോ ദിയ. എന്താണ് നിങ്ങൾ തമ്മിൽ വല്ല വഴക്കുണ്ടായോ? ഞങ്ങൾ തമ്മിലോ? അങ്ങനെയൊന്നുമില്ല. ഇന്നലെ തൊട്ട് അവന് ക്ലാസ്സിലിരിക്കാൻ ഒരു മൂഡില്ലായിരുന്നു. അതിന്റെ കുറച്ച് കഴിഞ്ഞാൽ അവന് താനേ മൂഡ് വന്നോളൂ. ചേട്ടൻ ഇതെനിക്ക് പറഞ്ഞോണ്ടാ. ഞാനെങ്കിലും പോയി കയറട്ടെ. ആ ഓക്കെ. ഏതാ ഇതാണോ? ഓ ഇത് സിമ്പിൾ അല്ലേ. എന്നാ പിന്നെ നീ ആ പുസ്തകത്തിന്റെ ഉള്ളിൽ കയറി ഇന്ന് വായിക്കി. യാദവേ, ഡിസ്റ്റർബ് ചെയ്യാണ്ട് മിണ്ടാതിരുന്നേ. പ്രവീണ നീ ഇത് എന്തുവാ? എടാ നമുക്ക് പുറത്തൊക്കെ എന്തിറങ്ങി നടന്നാലെന്താ? ഈ കോളേജിൽ വന്നതില് പിന്നെ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന ഈ ലൈബ്രറിന്റെ ഉള്ളിലാ. നിനക്ക് എന്തുവാടാ? നീ വേണേ കുറച്ച് ബുക്ക് എടുത്തിട്ട് ഹോസ്റ്റലിൽ കൊണ്ടുവച്ചിട്ട് സമാധാനമായിട്ട് വായിക്കി. ഇതൊരു മാതിരി. എനിക്ക് സമാധാനപരമായിട്ട് വായിക്കാൻ സൗകര്യമില്ല. നീ വേണമെങ്കിൽ കണ്ടാ മതി. കണ്ടോ സിയ, നിന്റെ ഫ്രണ്ടിന്റെ ഈ സ്വഭാവമൊന്നും നീ ഇതിനു മുമ്പേ കണ്ടിട്ടേ ഇല്ലല്ലോ. ഇതൊക്കെ ആദ്യമായിട്ടല്ലേ കാണുന്നേ? അവൻ വായിക്കട്ടെടാ. നമ്മുടെ പ്രവീൺ ഒരു ബുദ്ധിജീവിയല്ലേ. എടാ, ഈ കോളേജിന് ഈ ഒരൊറ്റ കോമൺ ലൈബ്രറിയേ ഉള്ളൂ? വേറെ ലൈബ്രറി ഒന്നുമില്ല? ഇല്ലടാ, ഈ ഒരൊറ്റ ലൈബ്രറി തന്നെ ഉള്ളൂ. അതുകൊണ്ട് എല്ലാ ഡിപ്പാർട്ട്മെന്റിലുള്ള ആൾക്കാരും ബുക്ക് എടുക്കാൻ ഇങ്ങോട്ട് മാത്രമേ വരൂ. ഓ, എനിക്ക് എന്തോ അത്ര മൂഡ് പോരാ. ഞാൻ എന്തായാലും ഈ ലൈബ്രറി ഒന്ന് ചുറ്റി നടന്ന് കണ്ടിട്ട് വരാം. നിങ്ങൾ പോവില്ലേ? ആടാ, നീ ചെല്ല്, പോയി കാണ്. ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവും. എടാ യാദവേ, എനിക്കെന്തോ സിയാൻ അത്ര ഓക്കെ അല്ലെന്ന് തോന്നുന്നു. ആണോ? ആ ചെറുതായിട്ട് എവിടേക്കോ. അല്ലടാ, നീ എന്തായിരുന്നു അവൻ എണീക്കാൻ ലേറ്റ് ആയെന്ന് പറഞ്ഞു അത്ഭുതത്തോടെ എണീക്കാൻ ലേറ്റ് ആയെന്ന് ചോദിച്ചത്? എടാ ഞാൻ കണ്ടതല്ലേ, അവൻ 6 മണിക്ക് എണീറ്റ് അതിൽ കൂടെ തേരാ പാര നടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അവൻ എന്താ ലേറ്റ് ആയെന്ന് ചോദിച്ചപ്പോ ഉറങ്ങിപ്പോയിന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ഞെട്ടൂലേ? അങ്ങനെയാണെങ്കിൽ അവൻ എന്തിനാ ഉറങ്ങിപ്പോയിന്ന് പറഞ്ഞേ? ഷേ പ്രവീണേ, അവൻ ചിലപ്പോ 6 മണിക്ക് എണീറ്റിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഉറങ്ങിപ്പോയിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും അവൻ അങ്ങനെ പറഞ്ഞേ. ആ എന്നാ ചിലപ്പോ അങ്ങനെ തന്നെ ആയിരിക്കും. ഞാനിപ്പോ എന്ത് കാര്യത്തിനാണ് ഇപ്പടെ വന്നിക്കുന്നേ? തേങ്ങ ആലോചിച്ചിട്ടൊരു സമാധാനവും ഇല്ല. ഇറങ്ങി പോവാതായിരിക്കും നല്ലത്. ഹായ്, ആരാന്നല്ലേ പേര്? അതെ, എന്തായിരുന്നു? എന്നെ അറിയോ? കണ്ടിട്ടുണ്ട്. ഞാൻ തനു. ഓക്കെ, തനു. ബുക്സ് എടുക്കാൻ വന്നായിരിക്കും അല്ലേ? താൻ കണ്ടിന്യൂ ചെയ്തോ. ആരാ? ജസ്റ്റ് എ മിനിറ്റ്. ഈ മലയാളം നോവൽസിന്റെ ഒക്കെ സെക്ഷൻ എവിടെ ആയിട്ടാ? സോറി തനു, ഐ ഡോണ്ട് നോ. ഞാൻ ഫസ്റ്റ് ടൈം ആയി ലൈബ്രറിയിൽ. താൻ വേറെ ആരുടെയും ഒന്ന് ചോദിച്ചു നോക്ക്. ഓക്കെ, ബൈ. ആണോ? ആരാ? എന്നാ പോലെ നമുക്ക് ആരുടെയും ഒക്കെ ഒന്ന് ചോദിച്ചു നോക്കാം. ഇനി ചിലപ്പോ തനിക്ക് മലയാളം നോവൽസിന്റെ ആവശ്യമുണ്ടെങ്കിലോ? വെയിറ്റ്, എക്സ്ക്യൂസ് മീ, ഈ മലയാളം നോവൽസിന്റെ സെക്ഷൻ എവിടാ? ഏതാ? മലയാള നോവൽസോ? അത് എവിടായിട്ടാ അറിയോ? ആ, അത് ലെഫ്റ്റിലാ. ഓക്കെ, നൈസ് ടു മീറ്റ് യു. ആര്? ബൈ, പിന്നെ കാണാം. ആരു? ഹലോ, ആരാ? ആര്? ആടാ, പറയ്. എവിടെ? ഞാൻ അല്ല, ബിസി അല്ല, ഞാൻ വരാം. ആടാ, ഓക്കെ ഓക്കെ, നീ വെച്ചോ. സിയാനോട് ഒരു അക്ഷരം പോലും മിണ്ടാൻ നിൽക്കാതെ ആരോ ലൈബ്രറിയിൽ നിന്ന് പുറത്തേക്ക് നടന്നു. സോളു, ഞാൻ വിചാരിച്ചു നീ ഇങ്ങോട്ട് വരില്ലായിരിക്കും എന്ന്. പറ, എന്തിനാ വന്നേ? നീ വിളിച്ചോണ്ടാ വന്നേ. പറ, എന്തിനാ വിളിച്ചേ? പിന്നെ നിനക്ക് എന്റെ നമ്പർ എവിടെ നേട്ടി? അതൊക്കെ കിട്ടി. എനിക്കൊരാളുടെ നമ്പർ ഒപ്പിക്കാൻ അത്ര കഷ്ടപ്പാടൊന്നുമില്ല. പ്രത്യേകിച്ച് എന്റെ സോളുവിന്റെ ആകുമ്പോ എനിക്ക് സിമ്പിൾ ആയിട്ട് കിട്ടും കേട്ടോ. ഓ, അങ്ങനെയാണോ? നീ കാര്യം പറ, എന്തിനാ എന്നിപ്പോ വിളിച്ചു വരുത്തിയേ? അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിട്ടല്ല. നീ എപ്പോഴും എന്നെ കാണുമ്പോ മുങ്ങി നടക്കല്ലേ. ഇപ്പോ എനിക്ക് ബോറടിച്ചു, അപ്പൊ ഞാൻ വിളിച്ചു. നീ വരുമോന്നൊന്ന് ടെസ്റ്റ് ചെയ്തതാ. ആ, ബെസ്റ്റ്. നിന്റെ ബോറടി മാറ്റാനാണ് നീ എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. നന്നായിരിക്കുന്നു. എന്നാ പോട്ടെ, ഇതിപ്പോ ക്യാൻറ്റീൻ അല്ലേ. പറ, ഞാൻ എന്താ വാങ്ങി തരണ്ടേ? അല്ലേ അത് വേണ്ട, ഇന്ന് എന്റെ സോളു എനിക്ക് വല്ലൊക്കെ വാങ്ങി തരണം. പെട്ടെന്ന് ഓർഡർ ചെയ്തോ. ഓക്കെ, ഞാൻ വാങ്ങിത്തരാം. ഇത്രേ ഉള്ളൂ, മനസ്സിലായോ ദിയ? ആ, മനസ്സിലായി. ഇത് ഇത്ര സിമ്പിൾ ആയിരുന്നോ?
പിന്നെ അല്ലാണ്ട് ഇതൊക്കെ സിമ്പിളാണേ. നിങ്ങൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അല്ലാണ്ട് ഓവർ തല പോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ കാർത്തിക്കേട്ടാ, താങ്ക് യു സോ മച്ച്. ഇനി നമ്മളെല്ലാം ശ്രദ്ധിക്കുന്നതായിരിക്കും. ആ എന്നാ പിന്നെ ക്ലാസ്സിൽ പോയിരുന്ന് ശ്രദ്ധിക്കാൻ നോക്ക്. ചെല്ല്. ആ ഓക്കെ ഓക്കെ. പക്ഷെ ഇനിയും ഡൗട്ട് വരുമ്പോൾ ഞാൻ ഇങ്ങോട്ട് തന്നെ വരും, പറഞ്ഞു തരണേ. അപ്പൊ ബൈ. ഓക്കെ അല്ലേ? ഇനി എന്താ വേണ്ടേ? ഇനിയൊന്നും വേണ്ട ആരു. എന്താ, ശരിക്കും മതിയോ? ആന്നേ ആരു, ഞാനിപ്പോ എത്ര ഹാപ്പിയാന്നറിയോ. നീ എന്റെ അടുത്ത് ഇങ്ങനെ ഒന്ന് സംസാരിച്ചല്ലോ. ഏയ് എന്താണ് ജസ്റ്റിനെ? നീ വാ, നമുക്ക് പോയി ക്ലാസ്സിൽ കയറാം. ഇപ്പൊ എന്റെ മൂഡ് ഒന്ന് ഓക്കെ ആയിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് അവിടെ പോയാൽ മിസ്സിന്റെ വായിലിരിക്കുന്ന വല്ലതൊക്കെ കേൾക്കാം. ഹോംവർക്ക് ചെയ്തിട്ടില്ലല്ലോ? ഹോംവർക്കോ? ഞാൻ ചെയ്തല്ലോ. നീ ചെയ്തില്ലേ? സാരില്ല, ഞാൻ പറഞ്ഞുതരാം. ബാ. നീയും ചെയ്തോ? എന്നാ എനിക്ക് എന്തായാലും പറഞ്ഞു തരണം. വാ, വേഗം ക്ലാസ്സിൽ പോവാം. നീ ഇന്ന് എവിടെ ആയിരുന്നു? ഞാൻ ഓർത്ത് നീ ഇന്ന് ലീവ് ആയിരിക്കുമെന്ന്. അല്ലടാ, ഞാൻ കുറച്ചു നേരം വന്നിട്ട്. അപ്പോ ദിയാനെ കണ്ടു. അവർക്ക് എന്തോ ഡൗട്ട് ഉണ്ടെന്ന് പറഞ്ഞു. ഞാനത് ക്ലിയർ ചെയ്തോണ്ടിരിക്കുവായിരുന്നു. ഓ, നീ ജൂനിയേഴ്സിന്റെ ഡൗട്ട് ഒക്കെ ക്ലിയർ ചെയ്യാറുണ്ടല്ലേ? പിന്നെ അതെന്താടാ നീ എന്നെ ഒന്ന് കുത്തി ചോദിച്ചതുപോലെ? ആ, അപ്പൊ നിനക്ക് കുത്തി ചോദിച്ചതാണെന്ന് തോന്നി. ദർശ, അത് അങ്ങനെയല്ലടാ. ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ആരുവിനെയും ദിയനെയും കണ്ടു. രണ്ടും കൂടെ ഹോംവർക്ക് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് ക്ലാസ്സിൽ കയറാതിരിക്കാനുള്ള പ്ലാൻ ആയിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, എന്റെ അടുത്ത് പറഞ്ഞു ഞാൻ ഡൗട്ട് എന്താന്ന് വെച്ചാൽ ക്ലിയർ ചെയ്ത് തരാന്ന്. അപ്പോഴാണല്ലോ ആരുവിനൊരു മൂടില്ല. അപ്പൊ അവൻ നേരെ ഡൗട്ട് ക്ലിയർ ചെയ്യാനൊന്നും നിന്നില്ല. നേരെ ലൈബ്രറിയിലേക്കാന്നും പറഞ്ഞു പോയി. പിന്നെ ദിയ ഉണ്ടായിരുന്നു. അവക്ക് ഞാനിപ്പോ പറഞ്ഞു കൊടുത്ത് വരുന്ന വഴിയാ. ഓ ആയിക്കോട്ടെ സാർ, ഞാൻ ഇതിനു മാത്രം ഒന്നും ചോദിച്ചില്ലല്ലോ. നീ വാ, നമുക്ക് നമ്മുടെ ക്ലാസ്സിൽ പോവാം. നീ എന്തിനെ പറ്റിയാടാ ആലോചിക്കുന്നത്? ഏയ്, ഇന്നലെ നിന്റെ ഒരു ഫ്രണ്ടിനെ കണ്ടില്ലടാ, ആരു? അവന് നീയായിട്ട് എങ്ങനെയാ കമ്പനി? ആ ആരോ? ഞങ്ങൾ ഒന്നിച്ചു വിളിച്ചാടാ. ആണോ? സ്കൂളില്? ആ സ്കൂളില്. എന്താടാ? അത് തന്നെ, എന്തോ ഉണ്ടല്ലോ. മോനെ സിയാൻ, നീ ഒന്ന് എന്റെ മുഖത്തേക്ക് നോക്കിക്കേ. എന്ത്? എടാ ഒന്നുമില്ലെന്നേ, ഞാൻ പെട്ടെന്ന് അവനെ കണ്ടപ്പോ ചോദിക്കാ എങ്ങനെ പരിചയം. അത്രേ ഉള്ളോ? ഞാൻ പറഞ്ഞുതരാലോ. എടാ, അവന്റെ പേര് ആരവ് എന്നാടാ. ഞങ്ങള് ചെറുപ്പം തൊട്ടേ ഭയങ്കര കമ്പനിയാ. പിന്നെ അവനൊരു റിലേഷനൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ എന്താ അവസ്ഥ എന്ന് അറിയത്തില്ല. ഒന്നും പറഞ്ഞു കേൾക്കുന്നില്ല. സിംഗിളാണ്, ബ്രേക്കപ്പ് ആയി എന്നൊക്കെ തോന്നുന്നു. ആരവ്? ആ ശരിയാ, അവൻ കൊള്ളാം. നല്ല നല്ല സ്മൈല്. അവൻ നൈസാടാ. അന്ന് നീ ഇവിടെ നിന്ന് ബുക്ക് വായിക്കുമ്പോ ഞാൻ നിന്റെ അടുത്ത് വഴക്കിട്ട് പോയില്ലേ? അന്ന് അവനെ ക്യാൻറ്റീനിൽ ഒരു സീനിയറിന്റെ ഒപ്പം ഇരിപ്പുണ്ടായിരുന്നു. അപ്പോ അവൻ എന്നെ ഇങ്ങോട്ട് വിളിച്ചു മിണ്ടി. അത്രയും പാവാടാ അവൻ. ഇപ്പൊ അവനെ പറ്റി അത്യാവശ്യം എല്ലാം അറിഞ്ഞല്ലോ. ഇനി നിനക്ക് വല്ലതും അറിയണ്ടോടാ സിയാൻ? ഏയ് ഇല്ലടാ. നീ വരുന്നില്ലേ ആരു? ഇല്ലടാ, നീ ചെല്ല്, ഞാൻ ദിയാനെ ഒന്ന് നോക്കട്ടെ. ഇതെന്താ ഇവിടെ നടക്കുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ആരും, നീ ഇപ്പൊ എന്താ ഇവനെ കണ്ടിട്ട് മുങ്ങി നടക്കാത്തെ? ഇപ്പൊ ഇവന്റെ കൂടെ തന്നെയാണോ നടപ്പ്? അങ്ങനെയൊന്നുമില്ല, നിങ്ങളൊക്കെ തന്നെയല്ലേ പറഞ്ഞേ അവൻ എന്നെ പിടിച്ച് കടിക്കോ, അവനെ കാണുമ്പോ എന്തിനാ മുങ്ങി നടക്കുന്നേന്നൊക്കെ. അതുകൊണ്ട് ഞാനിപ്പോ അവന്റെ അടുത്തുനിന്ന് മുങ്ങാണ്ട് അവന്റെ കൂടെ നടക്കുന്നു. എന്തേ? ഏ, അപ്പൊ നീ അവനെ അക്സെപ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചാ? ആവോ, ലൈബ്രറിയിലെത്തുമ്പോ അവന്റെ കോള് വന്നു, ക്യാൻറ്റീനിക്ക് വരാൻ പറഞ്ഞിട്ട്. ഞങ്ങൾ അവിടെ നിന്ന് ഒന്നിച്ച് ഫുഡ് അടിച്ചു. പിന്നെ ക്ലാസ്സിൽ പോയി. അപ്പൊ അവൻ എനിക്ക് ഹോംവർക്ക് ഒക്കെ പറഞ്ഞു തന്നു. അത്ര തന്നെ. ഓ, അതേതായാലും നന്നായി. നീ എന്തായാലും അവനോടൊരു ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യ്. അവന്റെ ഫീലിങ്സ് ഒക്കെ ഒന്ന് പോട്ടെ. നീ അവന്റെ അടുത്ത് നല്ല ഫ്രണ്ടായി നിന്ന് കഴിഞ്ഞാൽ അവൻ അങ്ങനെയൊന്നും തോന്നത്തില്ലടാ നിന്നോട്. അത് തന്നെയാ ഞാനും വിചാരിച്ചേ. ഇനിയിപ്പോ ഇതുകൊണ്ട് അവൻ എന്റെ ഒരു ഫ്രണ്ട് ആവാൻ പറ്റുമെങ്കിൽ അങ്ങ് ആവട്ടെ. ആരും നിന്നെ ഞാൻ ഇന്നലെ തൊട്ട് ശ്രദ്ധിക്കുക. എന്താടാ പറ്റിയേ? നിനക്ക് നിനക്ക് നല്ല മാറ്റമുണ്ട്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ അത് എന്നോട് പറ. ദിയ, ഇനി ഇനി കോളേജ് മാറാൻ പറ്റുമോ? കോളേജ് മാറാനോ? എന്തിന്? അതിന് ഈ കോളേജിന് എന്താ കുഴപ്പം? ഈ കോളേജിന് കുഴപ്പമൊന്നും ഉണ്ടായിട്ടല്ല, പക്ഷേ ഇനി ഇവിടെ നിന്നാ എനിക്ക് കുഴപ്പമാവാൻ ചാൻസ് ഉണ്ട്. എടാ എന്ത്? ആരും, നീ ഇങ്ങനെ അവിടെ എവിടെയും തൊടാണ്ട് നീ കറക്റ്റ് ആയിട്ടൊന്ന് കാര്യം പറഞ്ഞേ. എടി, സിയാൻ ഇവിടെ ഉണ്ട്. ഞാൻ അവനെ കണ്ടു. അവൻ സുവോളജി ഡിപ്പാർട്ട്മെന്റാ, യാദവന്റെ കൂടെയാ. സിയാന? അവനെങ്ങനെ ഇവിടെ എത്തി? അല്ല, യാദവ് അവൻ ഈ കോളേജിലാണോ പഠിക്കുന്നത്? ആടി, യാദവ് ഇവിടെ പഠിക്കുന്നേ. അത് ഫസ്റ്റ് ഡേ തൊട്ട് എനിക്കറിയാം. അവന് ഞാൻ ഇവിടുന്ന് കണ്ടിരുന്നു. പക്ഷെ സിയാൻ, അവനെ ഞാൻ ഇന്നലെ കണ്ടു. അപ്പോഴാണ് എന്റെ മൂഡ് ഫുള്ള് പോയത്. പിന്നെ ഇന്ന് ലൈബ്രറിയിൽ നിന്ന് ഞാൻ അവനെ പിന്നെയും കണ്ടു. അവൻ എന്നോട് സംസാരിക്കാൻ നോക്കി. പക്ഷെ എനിക്കെന്തോ അവന്റെ അടുത്ത് ഒന്നും പറയാനില്ലാത്തതുകൊണ്ട് ഞാൻ അവനോടൊന്നും മിണ്ടാണ്ട് ഇങ്ങോട്ട് ഇറങ്ങി വന്നു. ആഹാ, വാവുമായിട്ടുണ്ട്.
അല്ല ആരു, അവനല്ലേ എല്ലാം അവസാനിപ്പിച്ചിട്ട് പോയത്, പിന്നെന്തിനാ ഇങ്ങോട്ട് പിന്നെയും വന്നിട്ട് നിന്റെ അടുത്ത് സംസാരിക്കാൻ നോക്കുന്നേ? എനിക്കറിയില്ല ദിയ. എന്തായാലും ഉണ്ടായിരുന്ന സമാധാനമൊക്കെ പോയി കിട്ടി. ആ ലൈബ്രറിയിൽ അവന്റെ മുമ്പിൽ നിൽക്കുമ്പോഴാണ് ഈ ജസ്റ്റിൻ എന്നെ വിളിക്കുന്നത്. അല്ലേ നിനക്ക് തോന്നുന്നുണ്ടോ ഞാൻ അവന്റെ അടുത്ത് ചെന്ന് കയറി കൊടുക്കുമെന്ന്? ചേടാ, ഇവിടെയെങ്കിലും കുറച്ച് സമാധാനം ഉണ്ടാവുന്ന വിചാരിച്ചേ, അതും പോയാ? അല്ലെങ്കിലും നിനക്കെന്താ മനസമാധാനത്തിന് ഇത്ര കുറവ്? ഇവിടെ എന്റെ മനസമാധാനമല്ലേ മൊത്തം പോയിരിക്കുന്നത്. ആരു, നീ ഒന്ന് കൂളാവ്, ഇങ്ങനെ ഓവർ റിയാക്ട് ചെയ്യാതെ. എടാ, നമുക്ക് നോക്കാം. എന്തായാലും ഞാനില്ലേ, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. നീ ഇങ്ങനെ പേടിക്കാതിരിക്കേ. എനിക്കങ്ങനെ പേടിയൊന്നുമില്ല. പക്ഷെ ഇനിയും എങ്ങനെയാ ചെയ്യാനുള്ള കോളേജില് എന്നെ കൊണ്ട് പറ്റും തോന്നില്ലടി. ആരു, ഞാൻ പറയുന്ന കേക്ക്. നീ ഒന്നിനെ പറ്റി ആലോചിക്കണ്ട. ഇവിടെ നമ്മൾ മാത്രമേ ഉള്ളൂ, പിന്നെ നമുക്കറിയാവുന്ന ആൾക്കാരും. അല്ലാണ്ട് അപ്പുറത്തെ ഡിപ്പാർട്ട്മെന്റിലേക്കൊന്നും പോയി കമ്പനി ഓടിക്കേണ്ട ഒരാവശ്യം നമുക്കില്ല. ഇനി അഥവാ അവരിങ്ങോട്ട് വന്നാലും വേറെ ഡിപ്പാർട്ട്മെന്റിലുള്ള ആൾക്കാർ, അത്രയും മതി. ഈ കോളേജിൽ എല്ലാവരും സ്റ്റുഡൻസ് ആണ്, അല്ലാണ്ട് നിനക്ക് മാത്രമായിട്ട് വേറെ ആരോടും പ്രത്യേക കമ്മിറ്റ്മെന്റ്സ് ഒന്നും ഇല്ല. എന്റെ ദിയ, ഇതൊക്കെ പറയാൻ കൊള്ളാം, പക്ഷെ എനിക്ക് പറ്റുന്നു തോന്നില്ലടി. നിന്നെ കൊണ്ട് പറ്റുമാരോ അങ്ങനെ വിചാരിക്കും. ഞാനില്ലേ, നമുക്ക് പരിഹരിക്കാം. നീ ഇങ്ങനെ ടെൻഷൻ ആവാതെ കൂളാവും. എടാ ആരു, നിനക്ക് ഈ പറഞ്ഞ സിയാനോടൊന്ന് സംസാരിച്ച് നോക്കുന്നതുകൊണ്ട് കുഴപ്പം വല്ലതും ഉണ്ടോ? ചിലപ്പോ അന്നത്തെ അയാളുടെ സിറ്റുവേഷൻ കൊണ്ടാണെങ്കിലോ ബ്രേക്കപ്പ് ഒക്കെ ആക്കിയത്. ഇടി, നീ ഇങ്ങനെ 2 തോണിയിൽ കാലിടാണ്ട് ഏതെങ്കിലും ഒരു തോണിയിൽ സ്ഥിരമായിട്ട് നിക്ക്. ഇവളെ കൊണ്ട് നീ തന്നെയല്ലേ എന്റെ അടുത്ത് പറഞ്ഞത് അവനുമായിട്ട് ഇനി ഒരു ബന്ധവും വേണ്ടെന്നൊക്കെ? ഇനിയിപ്പോ അവന്റെ അടുത്തൊന്ന് സംസാരിച്ച് നോക്കണമെന്നോ? ഇതിപ്പോ വല്ലാത്ത മെനക്കേടായല്ലോ. എടാ, ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് പ്രശ്നം പറഞ്ഞ് ഒഴിവാക്കി വിടാൻ നോക്കുമ്പോ നീ ആണെങ്കിൽ ഒരുമാതിരി. ഓഹോ, മോള് പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് ഒഴിവാക്കാൻ നോക്കിയതാണോ ഇപ്പൊ കണ്ടത്? എന്നാലും അവൻ നിന്നോട് ലൈബ്രറിന്ന് സംസാരിക്കാൻ നോക്കിയപ്പോ എന്റെ പൊന്നെ ദിയ, നീ ഒന്നെ ചിരിപ്പിക്കാതിരിക്കേ. ഞാനിവിടെ അത്രയും ടെൻഷനുള്ളിലാണ് നിൽക്കുന്നത്. പ്ലീസ് അണ്ടർസ്റ്റാൻഡ് മൈ സിറ്റുവേഷൻ. അത് തന്നെ എനിക്കും പറയാനുള്ളത്. ഇത്രയും ടെൻഷന്റെ അകത്ത് കയറി നിൽക്കുമ്പോ അവന് ഗ്രാമർ മിസ്റ്റേക്ക് ആണ് മുഖ്യം. എടി, നീ എന്നെ പിന്നെയും ചിരിപ്പിക്കുന്നു. ഫസ്റ്റ് നിന്റെ കൂറ ടോണിലുള്ള സംസാരം ഒന്ന് നിർത്ത്. ആ, ഇപ്പൊ നമ്മുടെ ടോണ് കൂറ ടോണൊക്കെ ആയി. ഹായ് ഗൈസ്, രണ്ടുപേരും ഭയങ്കര ഹാപ്പി ആണെന്ന് തോന്നുന്നുണ്ടല്ലോ. പിന്നെ ഭയങ്കര ഹാപ്പിയാ. സന്തോഷം കൊണ്ട് ഒരു ചായ കുടിക്കാൻ ഇറങ്ങിയതാണ് സഹോ. അതെ അതെ. അല്ല, ഇതാരാണ്? സോളു, അത് ലിയോ, എന്റെ ഫ്രണ്ടാ. ഹോ, നിന്റെ ഫ്രണ്ടാണല്ലേ. അതാണ് ഞങ്ങൾ ആലോചിച്ചു ഏതാ ഒരു പുതിയ മുഖമെന്ന്. ഹാ, നമ്മളൊക്കെ ഒരു ക്ലാസ്സിലാണല്ലേ. നൈസ് ടു മീറ്റ് യു. നമുക്കേ സമയം പോലെ പരിചയപ്പെടാം. ലിയോ, നീ എന്തായാലും ഈ ക്യാൻറ്റീനൊക്കെ ഒന്ന് ചുറ്റി നടന്ന് കണ്ടിട്ട് വാ. ജസ്റ്റ് ഒന്നുകൊണ്ടേ കാണിക്കേ, ഫ്രണ്ടല്ലേ. നീ എന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഒരു സൈഡിൽ ഇവൻ, ഒരു സൈഡിൽ പുതിയതായിട്ട് ജോയിൻ ചെയ്ത അവൻ. രണ്ടെണ്ണത്തിന്റെ ഇടയിൽ കിടന്ന് ഞാൻ പെടാപ്പാട് വിടും. ഇവന്റെ ആ സോളോ വിളി കേൾക്കുമ്പോ തന്നെ എനിക്ക് ഉള്ളംകാലിന്ന് തരിച്ചു കയറാൻ തുടങ്ങും. പക്ഷെ വല്ലതും പറയാൻ പറ്റുമോ? പക്ഷേ എടാ, നീ അവൻ്റെ അടുത്ത് നന്നായിട്ട് തന്നെ അല്ലായിരുന്നോ നേരത്തെ ബിഹേവ് ചെയ്തത്? ആണ്. എന്നാലും എന്ത് ചെയ്യാ, ഞാൻ അവനോട് ക്ലോസ് ആവുന്നവരും അവന് ഞാൻ ഹോപ്പ് കൊടുത്തോണ്ടിരിക്കുക. എന്നെ കൊണ്ട് അതിന് പറ്റില്ല. പിന്നെ എന്തിനാ ഞാൻ അവന്റെ ഫീലിങ്സ് വെച്ച് വെറുതെ കളിക്കാൻ നിൽക്കുന്നേ? എന്റെ പ്രസൻസിൽ അവൻ ഹാപ്പിയാണ്. അത് അവന്റെ കണ്ണുകളിൽ എനിക്ക് കാണാൻ കഴിയും. എന്നെ കൊണ്ട് ആവില്ലെന്ന് അറിഞ്ഞിട്ടും ഞാൻ അവന് എന്തിനാ വെറുതെ ഹോപ്പ് കൊടുക്കാൻ നിൽക്കുന്നേ? അതുകൊണ്ടാ ഞാൻ അവനിങ്ങനെ അവോയ്ഡ് ചെയ്യുന്നത്. നീ ഇപ്പോ വളരെ സീരിയസ് ആയിട്ട് ആരും സംസാരിക്കുന്നേ. ഇതുപോലെ കാണും എല്ലാ കാര്യങ്ങളും. ഞാൻ എല്ലാ കാര്യത്തിലും സീരിയസ് ആണ് ദിയാ. പക്ഷേ സിയാന്റെ കാര്യത്തിൽ എന്താക്കണം എന്ന് എനിക്കറിയില്ല. അത് നമുക്ക് നോക്കാം, വഴി ഉണ്ടാക്കാം. നീ അത് തന്നെ ഇങ്ങനെ ആലോചിച്ച് മൂഡ് ഓഫ് ആയിരിക്കാതെ ഒന്ന് ചില്ലാവടാ. കോളേജല്ലേ, അവനും പഠിക്കാൻ വന്നല്ലേ. ഇവിടെ അങ്ങനെ പഠിക്കാൻ വേണ്ടി എത്ര ആൾക്കാർ വരുന്നു അല്ലേ? പിന്നല്ലാണ്ട് അത്രേ ഉള്ളൂ. എടാ ആരു. ആ, എന്താ? ഓ, എന്റെ ഒരു ബുക്ക് കാർത്തികേട്ടന്റെ കയ്യിൽ വെച്ച് മറന്നടാ. നേരത്തെ ഹോംവർക്ക് എനിക്ക് പറഞ്ഞു തന്നില്ലേ, അപ്പൊ അറിയാതെ പെട്ടുപോയതാ തോന്നുന്നു. ഇനിയിപ്പോ നാളെ എങ്ങനെ അതില്ലാണ്ട്? ബുക്കോ? എന്നാ നിക്ക്, ഞാൻ പോയി വാങ്ങിട്ട് വരാം. ആരു, എന്നാ നമുക്ക് ഒന്നിച്ചു പോവാം. വേണ്ടടി, നീ ഇവിടെ നിക്ക്, ഞാൻ വേഗം പോയി വാങ്ങിട്ട് വരാം. ഏയ്, ഇതാരാ? ഇത് ഞാനാ. എങ്ങോട്ടാ ഈ വഴിക്ക് ഓടുന്നേ? ഓ, സീനിയർ ആയിരുന്നോ? അത് പിന്നെ ദിയേന്റെ ബുക്ക് കാർത്തിയുടെ കയ്യിൽ പെട്ടുന്നു. ഞാനത് വാങ്ങാൻ വേണ്ടി വന്നാ. കാർത്തി എവിടെ? കാർത്തി
ക്ലാസ് കഴിഞ്ഞില്ലേ? അവൻ പോയല്ലോ. പോവേ? എന്നാ ഞാനും പോട്ടെ, എനിക്ക് ആ ബുക്ക് വാങ്ങണം. ഏയ്, താൻ ഇവിടെ നിക്കണ്ടേ? അവൻ ദിയന്റെ അടുത്തേക്ക് തന്നെ പോയത് ബുക്ക് കൊടുക്കാൻ. ആ, എന്താ? ഉം. ഇന്ന് എന്തായിരുന്നു ലൈബ്രറിയില്? ലൈബ്രറിയിലോ? ലൈബ്രറിയിൽ എന്ത്? ഒന്നുമില്ലായിരുന്നല്ലോ. ആരവിന്ദ്, നിന്നോട് ഞാൻ സീരിയസ് ആയിട്ടാ ചോദിക്കുന്നത്. അതാരാ? ആ, അതിന് ചേട്ടൻ ഇത്ര ഹൈപ്പർ ആവുന്ന എന്തിനാ? അത് അതെന്റെ ഒരു ഫ്രണ്ടാ. ഏത് ഫ്രണ്ട്? നീ മൂഡ് ഓഫ് ആണെന്നോ നിനക്ക് എന്തോ പ്രശ്നം ഉണ്ടെന്നോ അങ്ങനെ എന്തൊക്കെയോ ഞാൻ കേട്ടു. അതാ ചോദിച്ചേ അതാരാന്ന്. അത് ഞാൻ പറഞ്ഞില്ലേ, ഫ്രണ്ട്. അല്ല, അപ്പോ ഇയാളുണ്ടായിരുന്നു ലൈബ്രറിയില്? ദാറ്റ്സ് നൺ ഓഫ് യുവർ ബിസിനസ്. എനിക്ക് വേണ്ടത് ഒരു ആൻസർ ആണ്. ഓക്കെ, ഫ്രണ്ട്. ഇനി വേറൊന്നും ഞാൻ കേൾക്കാൻ പാടില്ല, മനസ്സിലായോ? ഏ, എന്ത് കേൾക്കാൻ പാടില്ലെന്ന്? അവൻ എന്റെ ആരായാലും ഇയാൾക്കെന്താ? എനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ട് എന്ന് തന്നെ കൂട്ടിക്കോ. ഒരു ഫ്രണ്ട്. അതല്ലാതെ അവൻ നിന്റെ വേറെ ആരെങ്കിലും ആണെന്ന് ഞാൻ അറിയാൻ പാടില്ല, കേട്ടോ? അതിന് ഇയാൾ എന്തിനാ എന്റെ അടുത്തോട്ട് വരുന്നേ? അവിടെ നിന്നാ മതി. തന്റെ അടുത്തോട്ടല്ലാണ്ട് വേറെ ആരുടെയും അടുത്തേക്ക് പോവാൻ ഇവിടെ വേറെ ആരെങ്കിലും ഒക്കെ ഉണ്ടോ മിസ്റ്റർ ആരവ് ശർമ്മ? ജസ്റ്റ് എ സെക്കൻഡ്, ഒരു കോള് വരുന്നു. ദിയ? ആ, കിട്ടിയോ? ഇല്ലടി, ഞാൻ അങ്ങോട്ട് വരുവാ. ഒരു 2 മിനിറ്റ്, ഞാൻ ദേ എത്തി. ദിയയാ വിളിച്ചേ, അവക്ക് ബുക്ക് കിട്ടിയെന്ന്. ഞാനൊന്ന് അങ്ങോട്ട് പോട്ടെ. പോണെന്ന് നിർബന്ധാണോ? പിന്നെ ഈ ആരവെന്ന് വിളിക്കുമ്പോ എന്തോ ഭയങ്കര ഡിസ്റ്റൻസ് ഉള്ളതുപോലെ. ക്യാൻ ഐ കോൾ യു ആരു? ഓ, ആയിക്കോട്ടെ. ദെൻ ആരു, നീ ഇത്രയും പാവമാണോ? എന്തിനാ താൻ എന്നെ ഇങ്ങനെ പേടിക്കുന്നത്? ഞാൻ തന്നെ അതിനൊന്നും ചെയ്തില്ലല്ലോ. ഐ നോ, ബട്ട് ഫ്ലേർട്ടിംഗ് ഈസ് ഇഞ്ചൂറിയസ് ടു ഹെൽത്ത് എന്ന് കേട്ടിട്ടില്ലേ ദർശ? ദർശൻ, ഇറ്റ്സ് ഫൈൻ. ഫ്ലേർട്ടിംഗ് ഈസ് ഇഞ്ചൂറിയസ് ടു ഹെൽത്തോ? ഞാൻ അങ്ങനെ അല്ലല്ലോ കേട്ടിട്ടുള്ളത്. സ്മോക്കിംഗ് ഈസ് ഇഞ്ചൂറിയസ് ടു ഹെൽത്ത് എന്നാണല്ലോ. ഇനി ഫ്ലേർട്ടിംഗ് ഹോസസ് ക്യാൻസർ എന്നോടെ ഉണ്ടോ ആരു? നോ, ഫ്ലേർട്ടിംഗ് ഹോസസ് ആരുടെയെങ്കിലും ലൈഫ്. വാട്ട്? ഓഫ് കോഴ്സ് മാൻ, രണ്ടും ജീവൻ പോകുന്ന പരിപാടിയാന്നേ. ഓ, അങ്ങനെ. അതെനിക്കറിയില്ലായിരുന്നു. ആരു, ഇന്ന് ഞാൻ തന്നെ ഹോസ്റ്റലിൽ ഡ്രോപ്പ് ചെയ്യട്ടെ? നോ താങ്ക്സ്. ഓ, ബട്ട് വൈ? ദിയുണ്ട്, ഷീസ് ഓൾസോ വെയിറ്റിംഗ് ഫോർ മീ. സോ വേറെ എന്തെങ്കിലും തനിക്ക് എന്നെ ഡ്രോപ്പ് ചെയ്യാനുള്ള ഒരു ചാൻസ് തരാം. എന്താ? സീരിയസ്ലി? എന്നാ ഓക്കെ, താൻ ചെല്ല്. ഓക്കെ, സീ യു. ആരു, ഐ ലൈക്ക് യുവർ ലിപ്സ്, ലൈക്ക് ഈ സ്ട്രോബെറി ഒക്കെ പോലെ. I just like your mochi face. That's too good. Okay, bye. ഇത് എവിടെയായിരുന്നടാ നീ? എത്ര നേരമായി നോക്കി നിൽക്കുന്നു? ഒരു ചെറിയ പണിയിലായിരുന്നടി. വാ, നമുക്ക് പോവാം. പോവാടാ. ഇത് എവിടെ ആയിരുന്നടാ? എത്ര നേരമായി നോക്കുന്നു? പറഞ്ഞു കേട്ടില്ലേ, ചെറുതായിട്ടൊരു പണിയിലായിരുന്നു. വാ, നമുക്കും പോവാം. ഇനിയിപ്പോ എന്തിനാ ഇവിടെ നോക്കുന്നേ? ഏ, അവന്റെ കൂടെ നിങ്ങളൊന്നിച്ച് എന്ത് പണി? അതൊക്കെ ഉണ്ട്. നീ നടക്ക്. മുന്നോട്ടാണ് നടക്കുന്നതെങ്കിലും ദർശന്റെ നോട്ടം ആരവിന്റെ ദിശയിലേക്കായിരുന്നു. പെട്ടെന്നൊരു അപ്രതീക്ഷിതം എന്ന പോലെ ആരവിന്റെ നോട്ടവും ദർശനിലേക്ക് എത്തി. പക്ഷേ ഒരു ചിരി പോലും ദർശനം നൽകാതെ ആരവ് തിരിഞ്ഞു നടന്നു. എന്റെ കൊച്ചേ, ഇത് ക്ലിക്കാവും. അത് തന്നെ എനിക്കും പറയാനുള്ളേ, ഇത് ക്ലിക്കാവും. ഹോ, ഇതൊക്കെ വായിക്കേണ്ടി വരുന്ന എന്റെ ഒരു അവസ്ഥ. കുട്ടി തേക്കുക്കറാണെങ്കിലും ഈ സ്റ്റോറിക്ക് പറ്റിയത് വിമനാണ്. ഏതായാലും കേട്ടതിൽ സന്തോഷം. അതെങ്കിലും പറഞ്ഞല്ലോ തേക്കുക്കറാണെന്ന്. എന്തെങ്കിലും ഒരു കാരണം കാണുമല്ലോ. ആ കാരണം വളരെ ഇമ്പോർട്ടൻ്റ് ആകും അല്ലേ? ഞാൻ തേക്കുക്ക് ഫാനാണ്. വിമനും ഇഷ്ടമാണ് കേട്ടോ. തേക്കുക്ക് പ്രണയം കളങ്കമില്ലാത്തതാണെങ്കിൽ അവർ ഒന്നിക്കും. ബട്ട് ചതിയാണെങ്കിൽ ഇത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. അവരുടെ പ്രണയം കളങ്കമില്ലാത്തതാണെങ്കിൽ അവർ ഒന്നിക്കും. ഇനി കളങ്കം വല്ലതും ഉണ്ടെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല. തേക്കോക്കിന്റെ ഡൈഹാർഡ് ഫാനാണ്. പക്ഷെ ഇതില് വിമൻ ഒരു രക്ഷയില്ല. ഓ, അങ്ങനെ.
എല്ലാത്തിലും ജിമിന്റെ ക്യാരക്ടർ ഒരു കാട്ടുകോഴി ആൻഡ് ഫണ്ണി ആയിരിക്കും, പക്ഷെ ഇതിൽ നല്ല മെച്ചുവേർഡ് ആൻഡ് സോഫ്റ്റ്. പ്രത്യേകിച്ച് എഡിറ്റിങ്ങിന് യൂസ് ചെയ്ത പിക്സ് പിന്നെ വോയിസ് എല്ലാം മൊത്തത്തിൽ സോഫ്റ്റ് ആൻഡ് സ്വീറ്റ്. ഓ താങ്ക് യു. ഇത് കേൾക്കുമ്പോൾ എഡിറ്റർക്ക് വളരെ സന്തോഷമാവും. എന്തായാലും കുട്ടീനോട് ഒരു പ്രത്യേക താങ്ക് യു അറിയിച്ചിരിക്കുന്നു. ഇത് എഡിറ്റർ പറയാൻ പറഞ്ഞാൽ കേട്ടാ. അപ്പൊ ശരി.